മമ്മൂക്ക നമുക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയാ ടെൻഷനാണ് മമ്മൂക്കയുടെ അടുത്തേക്ക് നിൽക്കാനായിട്ട്. DK ഭയങ്കര കൂളാണ് എപ്പോഴും കേൾക്കാറുണ്ട്. സത്യത്തിൽ വീട്ടിൽ എങ്ങനെ തന്നെയാണോ? വീട്ടിൽ ഭയങ്കര കൂളാണ് ബാബ്ജി. എനിക്ക് പക്ഷേ എന്നോട് പറയണേ തുടക്കകാലത്തൊക്കെ ഐ തിങ്ക് ഒരു അങ്ങനത്തെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടഫായിട്ട് നിന്നാലേ ആളുകൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. നിനക്ക് പിന്നെ ഓക്കെ ആ ലക്ഷറി ഉണ്ട്, നീ നല്ല കുട്ടിയായിട്ട് നിന്നോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറ്റില്ലല്ലോ. ഈ മറിയം ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഡിക്കിനുണ്ടായ ഒരു മാറ്റം എന്താ? ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോയാണ് എല്ലാ വിധത്തിലും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവളോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ പൊതുവേ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയും ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉണ്ട് ആ പ്രായത്തിലും. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്ട്രെസ് ബസ്റ്ററാണ്. ഞങ്ങളുടെ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതറിയോ? മമ്മൂക്ക മറിയത്തിന് മുടി കെട്ടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരുമ്പോൾ ഞങ്ങൾ ഇന്നും കൂടെ ആ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എന്തൊരു ക്യൂട്ടാണ്. അത് അങ്ങനെ എനിക്ക് എന്താ പറയുക, അവരുടെ മോമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തതാണ്. അവളെന്തോ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, വാപ്ചി എന്തോ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹീൽ ബി ടൈങ് ഹെയർ. ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിലുള്ള ഒരു ബോണ്ട്. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയട്ടെ, അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്നോട് ഷെയർ ചെയ്യാമോ? ആയിക്കോട്ടെ. ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടനെ കണ്ട കാലം തൊട്ട് കൂടെ കണ്ട ഒരാളാണ് സണ്ണി വെയിൻ. അദ്ദേഹവുമായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. അല്ല, ആണ് എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ തുടങ്ങിയത് ഒന്നിച്ചാണ്. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പടത്തിന് വേണ്ടി ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ അന്ന് എനിക്കിപ്പോൾ എൻ്റേതായ ടീമും എൻ്റെ അസിസ്റ്റൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഫാമിലി ഉണ്ട്. ഞാൻ എവിടെ പോയാലും, ഞാൻ ഹിന്ദി പോയാലും തെലുങ്കിൽ പോയാലും എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് എൻ്റെ ഫാമിലി. അപ്പോൾ അന്ന് എനിക്കങ്ങനെ ആരും ഇല്ലാത്തൊരു സമയത്ത് ആദ്യമായിട്ടൊരു ഫ്രണ്ടായിട്ട് വന്നത് സണ്ണിയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ കുറച്ചിങ്ങനെ ഒറ്റക്കാണെന്നുള്ളൊരു. അപ്പോൾ എപ്പോഴും വന്ന് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ്, പക്ഷെ അവൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെ എല്ലാവരുടെ പോയി ഇടിച്ചു കയറി അങ്ങ് ഫ്രണ്ടാവും. അന്നേ എനിക്കറിയാം, ഞാനും ഈ പടം പുറത്ത് വന്ന എൻ്റെ ഫേസ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കാലിക്കറ്റ് എല്ലായിടത്തും, ബോംബെ ഹോട്ടൽ അല്ലെങ്കിൽ പാരഗോൺ, ചിലപ്പോൾ പടത്തിലെ ബൈക്ക് എടുത്ത് ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ തന്നെയുള്ള ഒരാളാണോ ഗ്രിഗറി? ആ, സിമിലറാണ് ഭയങ്കര. നസ്രിയ ഞാൻ ആദ്യം മീറ്റ് ചെയ്യണത് ചിലപ്പോൾ ഇവൻറ്റിൽ മീറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ഐ തിങ്ക് സലാല മൊബൈൽസിന് ഒരു ഫോട്ടോഷൂട്ട്, പടത്തിന് മുൻപേ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ, പക്ഷെ അന്ന് അവൾ വന്നപ്പോൾ തന്നെ മൊത്തം ഒരു എനർജി മാറി. അല്ലെങ്കിൽ ഞാനൊക്കെ വന്ന് സ്റ്റിൽസ് ഒക്കെ എടുത്തിട്ട് പോകും. പക്ഷേ അവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര ലൈവായി, ഭയങ്കര ഫൺ, ഒച്ചയും ബഹളവും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണല്ലോ അതൊരു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫേക്ക്, ഇറ്റ്സ് നോട്ട് ഒരു പുട്ട് ഓൺ പേഴ്സണാലിറ്റി അല്ല. ഗുഡ്നെസ്സും ഒരു ഇന്നസെൻസ് ഒക്കെയാണ്. അത് എല്ലാം പുറത്ത് വരും. ദേഷ്യമാണെങ്കിൽ ദേഷ്യം വരും, പിണക്കമാണെങ്കിൽ പിണക്കം വരും. എല്ലാം പുറത്തുണ്ട്.